ഹായ് ഫ്രണ്ട്സ്, ഗീതഗോവിന്ദത്തിൻ്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു അങ്ങ് കയറി ചെല്ലുന്ന സമയത്ത് നമ്മുടെ സുവർണയാണെങ്കിൽ വരൂ ഗീതാഞ്ജലി മേഡം ഇരിക്കണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗീതു അങ്ങ് പറയാണ്, എൻ്റെ ഗസ്റ്റ് ഹൗസിൽ അതിക്രമിച്ച് കയറി വന്ന് എന്നോട് ഇരിക്കാൻ പറയാൻ നീ ആരടി എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ അനാർക്കലിക്കും ഭാസ്കരനും അത് മനസ്സിലാവുന്നത് മാർഗഴിയല്ല, അത് ഗീതു ആണെന്നുള്ള കാര്യം. എന്നിട്ട് നേരെ ഗീതു അനാർക്കലിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനും കണ്ണേട്ടനും അറിയാതെ ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദും അങ്ങോട്ടേക്ക് എത്താണ്. ഗോവിന്ദിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ നമ്മുടെ ഭാസ്കരൻ ഗോവിന്ദിന്റെ അടുത്ത് പറയുന്നുണ്ട്, അനാർക്കലിയുടെ സാന്നിധ്യത്തിൽ എനിക്ക് ഗോവിന്ദിന്റെ അടുത്ത് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഗീത് വിചാരിക്കുന്നത് അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നുള്ള കാര്യമാണ്. അപ്പോഴേക്കും ഭാസ്കരനെയും കൊണ്ട് ഗോവിന്ദ് ഒരു റൂമിനുള്ളിൽ കയറാണ് കേട്ടോ. എന്നിട്ട് ഗോവിന്ദ് ആണെങ്കിൽ തോക്കെടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം, അതിന് പറ്റിയ തല കിട്ടാഞ്ഞിട്ടാ ഇത്രയും നാള് ഇതെടുക്കാതിരുന്നേ എന്നും പറഞ്ഞ് നേരെ നമ്മുടെ ഭാസ്കരന്റെ തലയ്ക്ക് നേരെ ചൂണ്ടാണ് കേട്ടോ തോക്ക്. എന്നിട്ട് പൊരിഞ്ഞ അടിയാണ് കേട്ടോ ഭാസ്കരനിട്ട്. എന്നിട്ട് പറയും, താൻ ഭാസ്കരനാണെന്നും താനും അനാർക്കലിയും സർക്കിൾ ഇൻസ്പെക്ടർ കൃഷ്ണകുമാറും ചേർന്നാണ് എൻ്റെ അച്ഛനെ കൊന്നതെന്ന് എനിക്ക് അറിയാടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാസ്കരൻ കൈയൊക്കെ കൂപ്പി മാപ്പ് പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി പ്രൊമോ ആണ് കണ്ടിരുന്നത്.